ഇസ്ലാമിക ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട മിക്ക യുദ്ധങ്ങളും ദൈവകൽപ്പന പ്രകാരം ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പ് ആയിരുന്നില്ല എന്നുള്ളതാണ് നിഷ്കളങ്കമായി ആ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ യുദ്ധങ്ങളിലെല്ലാം നടന്ന കൊള്ളയുടെയും കൊലയുടെയും ഒക്കെ രീതിശാസ്ത്രം. അതൊക്കെയും തന്നെ മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിച്ച് ആ കൊള്ള മുതലുപയോഗിച്ച് അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടിയും തൻ്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആ കൊള്ള മുതലുകൾ ഉപയോഗിച്ചിരുന്നു എന്നതുമാണ് നമുക്ക് കാണാൻ കഴിയുക. അത്തരത്തിലുള്ള യുദ്ധാഹ്വാനങ്ങൾ നടക്കുമ്പോൾ വിശ്വാസികളുടെ സമ്പൂർണമായ പങ്കാളിത്തം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അത് ദൈവകൽപ്പനയാണെന്നും ദൈവത്തിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടമാണെന്നും ആ പോരാട്ടങ്ങളിൽ മരണം വരിച്ചാൽ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. ഇന്ന് നിലവിലുള്ള എല്ലാ മതങ്ങളിലെ യുദ്ധങ്ങളിലും ഇത്തരത്തിലുള്ള പ്രലോഭന തന്ത്രങ്ങൾ പയറ്റിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എല്ലാ മതങ്ങളുടെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഇത്തരത്തിലുള്ള പ്രാകൃതമായ മനുഷ്യത്വ വിരുദ്ധമായ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും വിശ്വാസികൾ പഠനവിധേയമാക്കുകയോ അവയെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അതൊക്കെയും കൊടും ക്രൂരതകളായിരുന്നു എന്ന് വിശ്വാസികൾ തിരിച്ചറിയാതിരിക്കുന്നതിന് വേണ്ടി വിശുദ്ധ യുദ്ധങ്ങൾ എന്നൊക്കെ നാമകരണം ചെയ്ത് അവയൊക്കെയും സംരക്ഷിച്ചു പോരുകയാണ് യഥാർത്ഥത്തിൽ പൗരോഹിത്യവർഗം ചെയ്യുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നമ്മൾ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിന് അവൻ്റെ വചനങ്ങൾ സംരക്ഷിക്കേണ്ടതിന് അവൻ്റെ തന്നെ സൃഷ്ടികളിൽ ഒരു സൃഷ്ടി മാത്രമായ മനുഷ്യരെ തമ്മിൽ തല്ലിച്ച് കൊലവിളി നടത്തി ഈ പാവം മനുഷ്യരുടെ രക്തം ചിന്തേണ്ട ഒരു ഗതികേട് ഉണ്ടാകുമോ?